ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്പെഷ്യൽ ചെമ്മീൻ ഫ്രൈ ആണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് നമ്മളിപ്പോൾ 1 കിലോ ചെമ്മീൻ ഇവിടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തല കളഞ്ഞിട്ടില്ല കേട്ടോ. നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയാണ് ഇപ്പോൾ നമ്മൾ മസാലയായിട്ട് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. പിന്നെ വെള്ളം ഞാൻ ഇതിലേക്ക് തീരെ ഒഴിക്കുന്നില്ല കേട്ടോ. പകരം വെളിച്ചെണ്ണയാണ് നമ്മൾ 2 ടീസ്പൂൺ ഒഴിക്കാൻ പോകുന്നത്. പിന്നെ നാരങ്ങയുടെ നീര്, അത് 1 മുറി നാരങ്ങയുടെ നീരും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം സെറ്റ് ആവാനായിട്ട് ഒരു മിനിമം അരമണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കണേ. അപ്പോഴാണ് ആ മസാലയൊക്കെ നല്ലോണം നമ്മുടെ ചെമ്മീനിലോട്ട് പിടിക്കുകയുള്ളൂ. ഇനി നിങ്ങൾക്ക് എരിവ് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടിക്ക് വരെ നല്ല മുളക് പൊടി ഉപയോഗിക്കാം കേട്ടോ. ഇത് പിന്നെ ഒന്ന് റെസ്റ്റായിട്ട് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ ചെമ്മീനിന് നമ്മൾ സ്ക്വയറിൽ കുത്തിയെടുത്തിട്ടാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ബാമ്പൂൻ്റെ സ്ക്വയറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു അരമണിക്കൂറിന് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവില്ല കേട്ടോ. അപ്പോൾ ഇനി ഈ സ്ക്വയർ നമുക്ക് പതുക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെമ്മീനകത്തോട്ട് ഇങ്ങനെ കയറ്റിയെടുക്കാം. അപ്പോൾ അത് കയ്യിൽ കുത്തി കയറാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ചെമ്മീൻ്റെ ഈ തലയിലുള്ള മുള്ള് അതും കയ്യിൽ കൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കണേ. അത് നമുക്കിനി ചെറിയ ചെമ്മീനാണെങ്കിൽ 2 എണ്ണമൊക്കെ സ്ക്വയറിൽ ഇങ്ങനെ ഒരേ സമയം വയ്ക്കാം. ഇതിപ്പോൾ ഇത്തിരി വലുതായതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുക്കുന്നുള്ളേ. അപ്പോൾ മസാല നമ്മൾ മൊത്തം ചെമ്മീനിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഈ സ്ക്വയറിൽ ഇങ്ങനെ കുത്തിയെടുത്ത ശേഷം കുറച്ചുകൂടെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണേ. കാരണം നമ്മൾ കൈകൊണ്ടൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോൾ മസാലയൊക്കെ എല്ലാം നമ്മുടെ കയ്യിലേക്കാവേ. ഇതിപ്പോൾ നമ്മളെല്ലാ ചെമ്മീനും ഇതുപോലെ സ്ക്വയറിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നല്ല വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോഴാണ് നല്ല നാടൻ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയെടുത്തതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തീ കുറച്ച് വെച്ച ശേഷം ചെമ്മീൻ്റെ സ്ക്വയർ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവേ. അതുപോലെ ചെമ്മീൻ അധികം വേവൊന്നുമില്ല കേട്ടോ. ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 4 മിനിറ്റ് നമ്മൾ ചെറിയ തീയിൽ വെച്ച് വേവിച്ചാൽ മതിയാവും. എന്നിട്ട് 2 സൈഡും നമുക്കൊന്ന് തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഓവർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ റബ്ബർ പോലെ ആയി പോവേ. അപ്പോൾ നിങ്ങൾ കൃത്യം ആ ഒരു ടൈമിലേ വേവിക്കാൻ പാടുള്ളൂ കേട്ടോ. അതുപോലെ മസാല ഒത്തിരി കരിഞ്ഞു പോകും കേട്ടോ തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ. ചെറിയ തീയിൽ വെച്ച് ഒരു സൈഡ് വെന്ത് വരുമ്പോൾ നമുക്ക് ഒന്ന് പതുക്കെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ സ്ക്വയർ പൊങ്ങിയാണ് നിൽക്കണേ, അതിൽ പിടിച്ച് തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. പക്ഷേ അത് കൈ പൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ഇത് നമുക്കിപ്പോൾ സ്റ്റാർട്ടറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. താങ്ക്